കർത്താവിൻ്റെ വലിയ നാമത്തിന് പിന്നെയും മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ മാളിക മുറി പ്രഭാഷണമാണ് നമ്മൾ ധ്യാനിച്ച് വരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. നാം അതിൻ്റെ 12-ാമത്തെ വാക്യത്തെ ബേസ് ചെയ്തിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില ആത്മീക ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാൻ ദൈവം കൃപ ചെയ്തത്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ആ പ്രവൃത്തി ചെയ്യുന്നതിന് ആവശ്യമായിരിക്കുന്നത് എന്തെല്ലാമാണ്? നാം കണ്ടതുപോലെ നാം പ്രാർത്ഥിക്കുന്നവരാകണം എന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിച്ചു. അതിന് നമ്മുടെ കർത്താവ് ഒരു നാമം നമുക്ക് നൽകി. അത് തൻ്റെ നാമമാണ്, യേശു ക്രിസ്തുവിൻ്റെ നാമം. ആ നാമത്തിൽ പിതാവിനോട് നാം ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരമുണ്ട് എന്നുള്ള വാഗ്ദത്വമാണ് സ്വർഗത്തിലെ ദൈവം അതിലൂടെ നമുക്ക് നൽകിയത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, കർത്താവിനോട് കൂടെ ഉള്ളതായിരിക്കുന്ന ആ ജീവിതം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് നമ്മെ സജ്ജരാക്കുന്ന, ശക്തമാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം. നമുക്കറിയാം, ലോകത്തിലുള്ളതായിരിക്കുന്ന നിരവധി ആളുകൾ മറ്റ് അനേകം നാമങ്ങളാണ് അവര് പ്രാർത്ഥനയ്ക്ക് വേണ്ടി എടുക്കുന്നതായ നാമം. പ്രിയ സാജു ജോൺ സഹോദരന്റെ ചില വാക്കുകൾ കടമെടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ, ഒരു ബാങ്കിൽ നിക്ഷേപമുള്ളവന് മാത്രമേ ഒരു ചെക്ക് സൈൻ ചെയ്ത് കൊടുത്താൽ പണം കിട്ടുകയുള്ളൂ. എൻ്റെ ബാങ്കിൽ എൻ്റെ പേര് നിക്ഷേപമില്ലാതെ വലിയൊരു തുകയുടെ ചെക്ക് ഞാൻ ഒപ്പിട്ട് അവിടെ കൊണ്ടു കൊടുത്താൽ എനിക്ക് അവിടെ നിന്ന് ഒന്നും കിട്ടുകയില്ല. എന്നാൽ നിക്ഷേപമുള്ളവന്റെ പേരിൽ ഒരു ചെക്ക് നാം മാറുവാൻ ചെന്നാൽ അത് എത്ര വലിയ തുകയായിരുന്നാലും നമുക്കത് ലഭിക്കും. എന്നതുപോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ, പിതാവായ ദൈവത്തിന്റെ അടുക്കൽ ഏക മധ്യസ്ഥനും ഏക മഹാപുരോഹിതനുമായിട്ട് നിൽക്കുന്ന ഏക നാമം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. അപ്പോൾ ആ നാമമായിരിക്കണം, ദൈവമക്കളായിരിക്കണം നാമം മുറുകെ പിടിക്കേണ്ടത്. ഇതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ എന്ന് നമ്മൾ ചോദിക്കും. എന്നാൽ നാം വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്, നാം പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ പ്രാർത്ഥനയ്ക്കാണ് ഉത്തരം തരുന്നത്. നാം അത് വിശദമായി പല കാര്യങ്ങളും കണ്ടതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത് നാം കണ്ടത് അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, നാം അവനെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതായ ഒരു ജീവിതം നയിക്കുമ്പോൾ കർത്താവ് ചെയ്തതിലും അധികം പ്രവൃത്തികൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. മൂന്നാമതായിട്ട് നാം കണ്ടു 16-ാമത്തെ വാക്യത്തിൽ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായിരിക്കുന്ന ഒരു ജീവിതം, അതിന് മാത്രമേ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. നാം അതിന് പല വാക്കുകൾ കഴിഞ്ഞ ദിവസത്തിൽ നാം കാണുകയുണ്ടായി. ദൈവം, നമ്മുടെ കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനെ വാഗ്ദത്തം നൽകി. ആരാണ് പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ കാണുകയുണ്ടായി. ആ പരിശുദ്ധാത്മാവിന്റെ ചില പ്രവൃത്തികളെ കുറിച്ചും നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അത് നമ്മോടുള്ള ബന്ധത്തിൽ നമ്മെ സകല സത്യത്തിലും വഴി നടത്തുന്നു. അവൻ നമുക്ക് ആലോചനകൾ പറഞ്ഞു തരുന്നു. അവൻ നമുക്ക് സകലവും ഓർമ്മപ്പെടുത്തി തരുന്നു. അവൻ നമുക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നു.
അവൻ സകല സത്യത്തിലും വഴി നടത്തുന്നു. ലോകക്കാരോടുള്ള ബന്ധത്തിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായി കണ്ടതായിരിക്കുന്ന കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് അതിനോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ തന്നെയുള്ള വാക്യമാണ് അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായ്കയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. ആ വാക്യത്തെ ബേസ് ചെയ്തിട്ട് ഇന്ന് ചില കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്, ലോകവും നാമും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. ഈ ലോകത്തെയും നമ്മെയും തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്താണ്? വളരെ ശ്രദ്ധിക്കേണ്ട, നാം വളരെ കരുതിക്കൊള്ളേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ യോഹന്നാന്റെ ലേഖന പഠനത്തിൽ ഇതൊക്കെ നമ്മൾ പരാമർശിച്ചു പോയതാണ്. എന്നാൽ ഇതൊന്നും കൂടെ കൂടെ വീണ്ടും പഠിക്കുന്നതിൽ നമുക്ക് അത് പ്രയോജനമില്ലാത്തതല്ല, പ്രയോജനം ചെയ്യുന്നത് തന്നെയാണ്. ലോകവും നാമും തമ്മിൽ ഈ വിഷയത്തിൽ, ഏത് വിഷയത്തിൽ? നമ്മെയും ലോകത്തെയും തമ്മിൽ വ്യത്യസ്തരാക്കുന്ന വിഷയം ഏതാണ്? അതാണ് ദൈവം അനുവദിച്ചാൽ ഇന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്നത്. ഈ ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം എന്താണ്? അത് ഒന്ന് രക്ഷിക്കപ്പെടാത്തതായിരിക്കുന്ന ഈ ലോകത്തുള്ള മനുഷ്യർ എന്ന നിലയിൽ നമുക്ക് കാണാം. ഞാൻ ഇങ്ങനെ പറയാം, നമ്മുടെ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 3:16 നാം വായിക്കുന്നത്, അവൻ ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. അപ്പൊ ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? കർത്താവ് ആരെ സ്നേഹിച്ചു എന്നാണ്? സകല മനുഷ്യരെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നാം വചനത്തിൽ വായിക്കുന്നുണ്ട്, ലോകത്തെയും അതിലുള്ളതിനെയും സ്നേഹിക്കരുത്, അല്ലേ? യോഹന്നാന്റെ ലേഖനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ആശയം എന്താണ്? അതെന്തിനെയാണ് കാണിക്കുന്നത്? ഈ ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അത് മനുഷ്യരെയാണ് എന്ന് നമ്മൾ കണ്ടു. അപ്പൊ ലോകത്തെയും അതിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന് പറയുമ്പോൾ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ഈ ലോകത്തിലുള്ളതായിരിക്കുന്ന ചില വ്യവസ്ഥിതികളെയാണ്. കേവലം ലോകത്തുള്ള മനുഷ്യരെ സ്നേഹിക്കരുത് എന്നല്ല. ഒരു കാരണവശാലും ശത്രുക്കളെ പോലും സ്നേഹിക്കുവാനാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ലോകത്തെയും അതിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ ചില വ്യവസ്ഥിതികളുണ്ട്. ഈ ലോകം ദുഷ്ടന്റെ അധീനതയിലാണ് കിടക്കുന്നത്. ഈ ലോകം നമുക്കെതിരാണ്. ഈ ലോകം നമ്മെ പകയ്ക്കുന്ന ലോകമാണ്. അപ്പോ ഈ ലോകത്തിന്റെ വ്യവസ്ഥിതികളെ കാണിക്കുന്ന ഒരു പദമാണ് ലോകം എന്ന് പറയുന്നത്. വ്യവസ്ഥിതികളെ കാണിക്കുന്ന ഒരു പദമായിട്ട് നമുക്കതിനെ കാണുവാനായിട്ട് കഴിയും. ഇനിയും ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ഇല്ലേ? ദൈവേഷ്ടം ചെയ്യുന്നവന് എന്നേക്കും ഇരിക്കും. അപ്പൊ ലോകവും അതിന്റെ മോഹവും എന്ന് പറയുമ്പോൾ അവിടെ നാം അർത്ഥമാക്കേണ്ടത് എന്താണ്? ഈ ജനത്തെയും അതിന്റെ വ്യവസ്ഥിതികളെയുമാണ്. അപ്പൊ ലോകം എന്ന് പറയുന്ന മനുഷ്യനും ലോകമെന്ന് പറയുന്ന വ്യവസ്ഥിതിയും ഇത് രണ്ടും എന്ത് ചെയ്യപ്പെടുന്നു? ഇത് രണ്ടും ഒഴിഞ്ഞു പോകുന്നതാണ്, മാറ്റപ്പെടുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ നിലയിൽ ലോകമെന്ന് പറയുന്നതായ ആ മനുഷ്യനും ലോകത്തിൻ്റെതായ ആ വ്യവസ്ഥിതികളും നാമും തമ്മിലുള്ളതായ വ്യത്യാസം, അതാണ് തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയേണ്ടതായ ഒരു കാര്യം. ഇവിടെ നാം വായിക്കുന്നുണ്ട്, അതിന്റെ ആ 17-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗത്ത് നാം കണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ല, അല്ലെ? ഈ ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായ്കയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. അപ്പൊ ലോകത്തിന്റെ ഒരു പ്രത്യേകത എന്താ? ലോകം നാം നേരത്തെ കണ്ടു, ആരാണ്? രക്ഷിക്കപ്പെടാത്തതായിട്ടുള്ള വലിയൊരു കൂട്ടം ആളുകളെയാണ് ആ ലോകം എന്ന പദം കൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്നത്. അപ്പോൾ ലോകത്തിന്
അവനെ കാണുവാനോ അറിയുവാനോ പ്രാപിക്കുവാനോ കഴിയുകയില്ലെന്ന് പറയുമ്പോൾ അവിടെ അവനെ എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ്? പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ, അല്ലെങ്കിൽ അവനെ പരിശുദ്ധാത്മാവിനെ കാണുവാൻ, പരിശുദ്ധാത്മാവിനെ അറിയുവാൻ ആർക്ക് കഴിയുകയില്ല? ലോകത്തിന് കഴിയുകയില്ല. ലോകത്തിന് അത് കഴിയുകയില്ല എന്ന് അവനെ കാണുക മാത്രമല്ല, അവനെ ലഭിക്കുവാനും കഴിയുകയില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. നാം യോഹന്നാന്റെ ലേഖന പഠനത്തിൽ 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പിതാവിനെ ലോകം അറിയുന്നില്ല എന്നുള്ളത് നമ്മൾ അന്ന് കണ്ട ഒരു വാക്കാണ്. അവിടെ നാം വായിക്കുന്നത്, ലോകം അവനെ അറിഞ്ഞിട്ടില്ലായത് കൊണ്ട് നമ്മെയും അറിയുന്നില്ല. അപ്പൊ ഈ ലോകത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? അവൻ ആരെ അറിയുന്നില്ല? പിതാവാരാണ് എന്ന കാര്യം ഈ ലോകത്തിന് അറിഞ്ഞുകൂടാ. പിന്നെ കർത്താവ് തന്നെ പറഞ്ഞ കാര്യം എന്താണ്? ഈ ലോകം എന്നെ അറിയുന്നില്ല. മനസ്സിലായോ? ഈ ലോകത്തിന് എന്നെ അറിഞ്ഞുകൂടാ, അവർ എന്നിൽ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ആ നിലയിൽ നമ്മൾ മനസ്സിലാക്കുക, പിതാവിനെ അറിയാത്ത, പുത്രനെ അറിയാത്ത, പരിശുദ്ധാത്മാവിനെ അറിയാത്ത ഒരു വലിയ കൂട്ടത്തെയാണ് നമ്മൾ എന്തിന്റെ ഉള്ളിൽ പെടുത്തുന്നത്? ലോകം എന്നുള്ള ആ ഇൻവെർട്ടഡ് കോമയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ത്രിയേക ദൈവത്തെ അറിയാത്തതായ, അവനെ കാണാത്തതായ, അവനെ അനുഭവിക്കാത്തതായ കോടാനുകോടികളെയാണ് ലോകമെന്ന് നമ്മൾ വിവക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം യോഹന്നാന്റെ ലേഖനത്തിൽ വായിച്ചു, ലോകം അവനെ അറിയായക കൊണ്ട് എന്ത് ചെയ്യുന്നില്ല? നമ്മെയും അറിയുന്നില്ല. ലോകം അവനെ അറിയായക കൊണ്ട് നമ്മെയും അറിയുന്നില്ല. എന്താണ് അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത്? ആരും അശ്രദ്ധമായിട്ടിരിക്കരുത്. എനിക്ക് പെട്ടെന്ന് പിന്നെ അത് ഒരു പ്രകോപനമാവും. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഈ ലോകം എന്നുള്ളത് പിതാവിനെയോ പുത്രനെയോ പരിശുദ്ധാത്മാവിനെയോ അറിയാത്തത് കൊണ്ട് ആ ലോകം നമ്മെയും അറിയുന്നില്ല. ഞാനതന്ന് ആ ലേഖന പഠനത്തിൽ നാം കണ്ടതാണ്, ഞാൻ വിശദീകരിച്ചതാണ്. എന്നാൽ വീണ്ടും വീണ്ടും അതൊക്കെ പറയണമെന്നുള്ള താല്പര്യമാണ് ഉള്ളത്തിലേക്ക് വരുന്നത്. പിതാവിനെ അറിയാത്ത, പുത്രനെ അറിയാത്ത, പരിശുദ്ധാത്മാവിനെ അറിയാത്ത, നമ്മെ അറിയാത്തതായ ആളുകൾ. നമ്മുടെ മൂല്യം എന്ത് എന്നുള്ളത് ആർക്കറിഞ്ഞുകൂടാ? ലോകത്തിന് അറിഞ്ഞുകൂടാ. അതും നാം അറിയണം. ഏതറിയണം? ഈ ലോകത്തിന് എന്റെ വില, എന്റെ മൂല്യം അറിഞ്ഞുകൂടാ എന്നുള്ള കാര്യം നാം ഓരോരുത്തരും അറിയണം. എന്തിനാണ് അറിവ്? ആ അറിവ് നമ്മിലില്ലാതെ പോയാൽ തെറ്റിപ്പോകുവാനുള്ള എല്ലാ സാധ്യതയും നമ്മുടെ മുൻപിൽ ഉണ്ട്. ഞാൻ സങ്കീർത്തനം 32-ാം സങ്കീർത്തനത്തിന്റെ ഒരു വാക്യം ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അതിന്റെ 8-9 വാക്യങ്ങൾ, 32-ാം സങ്കീർത്തനം 8-9 വാക്യങ്ങൾ. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയെയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു. അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനം ആകയില്ല. എന്താ അവിടെ പറഞ്ഞത്? ഈ ലോകത്തിൽ ദൈവത്തെ അറിയാത്തതായ, നമ്മെ അറിയാത്തതായ, ഈ ലോകത്തിൽ ജീവിക്കുന്നവരായ നമ്മെ ഉപദേശിച്ച് നടത്തുന്നത് ആരാണ്? നമ്മുടെ ദൈവമാണ്, ത്രിയേക ദൈവമാണ്. എന്നിട്ട് അവിടെ താഴെ വായിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെ പോലെ ആകരുത്. എന്താ ഈ ബുദ്ധിയില്ലാത്ത കുതിരയുടെ പ്രത്യേകത? എന്താണ്? എന്താ കുതിരയ്ക്ക് ബുദ്ധിയില്ലാത്ത എന്താ? നയിക്കാൻ വേറെ ആള് വേണമെന്ന് മാത്രമല്ല, ഈ യുദ്ധങ്ങൾക്ക് ഈ കുതിരയെ കൊണ്ടുപോകുന്നതിന്റെ കാരണം എന്താ? എവിടെ ഇടിച്ചു കയറും,
അതിന് ബുദ്ധിയില്ല. സാഹചര്യം മനസ്സിലാക്കാതെ, ആരോടാണെന്നറിയാതെ, എവിടെയാണെന്നറിയാതെ, എന്താണെന്നറിയാതെ എവിടെയും ചെന്ന് കയറുന്ന ഒരു പ്രകൃതം, അതാർക്ക് പാടില്ലെന്ന്? നമുക്ക് പാടില്ലെന്ന്. ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ലല്ലോ ഇത്. ഇന്ന് വളരെ പേര് ഒഴിവുണ്ടെങ്കിലും ഒത്തിരി പേര് ഇത് കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ എല്ലാവരോടുമായിട്ട് പറയുകയാണ്, നാം വളരെ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു മേഖലയാണിത്. പ്രത്യേകിച്ച് ഇപ്പോഴുള്ളതായിരിക്കുന്ന തലമുറ മനസ്സിലാക്കേണ്ട വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഈ ലോകത്തെ ലോകമായിട്ടും ദൈവമക്കളെ ദൈവമക്കളായിട്ടും നമുക്കിന്ന് കാണാൻ പറ്റുന്നില്ല. അവിടെ ദൈവമക്കൾ എന്ന് പറയുന്നവർ പരാജയപ്പെടുകയാണ്. പല വിഷയത്തിലും അതിന്റെ ദുഃഖം അനുഭവിക്കുകയാണ് അനേകം പേര്. അതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയുന്നത്, അങ്ങനെ ചെന്ന് വീഴാതിരിക്കാൻ. നമ്മൾ ബുദ്ധിയില്ലാത്ത കുതിരയെ പോലെ ആകരുത്, പിന്നെ കോവർ കഴുതയെ പോലെ. അവിടെ വായിക്കുന്നത് ബുദ്ധിയില്ലാത്ത കോവർ കഴുതയെ പോലെയും ആകരുത്. ചുമ്മാ കഴുതകളാകരുത് നമ്മൾ. എന്ത് തലയില് അതിന്റെ പുറത്തേക്ക് വെച്ചു കൊടുത്താലും പുള്ളി ഇങ്ങനെ ചുമന്നുകൊണ്ട് പൊക്കോളും. നമ്മൾ അങ്ങനെയുള്ളവർ ആകരുതെന്ന വചനം. ആരെങ്കിലുമൊക്കെ കെട്ടിയേൽപ്പിക്കുന്നത് ചുമക്കേണ്ടവരല്ല നമ്മൾ. നമ്മൾ ആരാ? നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമ്മെ നയിക്കേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആ ബോധ്യമാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. നാം അവിടെ വീണ്ടും താഴേക്ക് വായിച്ചല്ലോ, അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവൻ നിനക്ക് സ്വാധീനമാകയില്ല. നമ്മെ നിയന്ത്രിക്കേണ്ടത് പരിശുദ്ധാത്മാവായിരിക്കണം. ആ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കുവാൻ നമ്മുടെ ജീവിതത്തെ കൊടുക്കുന്നില്ലെങ്കിൽ ഈ ജഡത്തെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയില്ല. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ പരിശുദ്ധാത്മാവിനെ നാം കൊടുക്കുന്നില്ലെങ്കിൽ, അനുവദിക്കുന്നില്ലെങ്കിൽ, ഈ ശരീരം ബുദ്ധിയില്ലാത്ത കുതിരയെ പോലെ കോവർ കഴുതയെ പോലെ ആയിത്തീരും. വല്ലോടത്തും ചെന്ന് കയറി അതിന്റെ ജീവിതം തീരും. എല്ലാം ഇങ്ങനെ ചുമന്നുകൊണ്ട് നടന്ന് ഒടുവിൽ തളർന്ന് എവിടെയെങ്കിലും വീഴും. അതുണ്ടാകരുത് എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നതായ സത്യങ്ങൾ. നമുക്കറിയാം, ഈ നാളുകളിൽ അനേക നമ്മുടെയൊക്കെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ പ്രതി ഞാൻ വളരെ സ്നേഹത്തോടുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ ഇന്നത്തെ തലമുറയിൽ ഇതൊക്കെ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഞാൻ ഇന്ന് VP പൗലോസ് സഹോദരന്റെ ഒരു ക്ലാസ് ഞാൻ കേൾക്കുകയായിരുന്നു. താൻ പറയുകയാണ്, ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ആ സ്ഥലം സഭ ക്രമീകൃതമായ നിലയിൽ പോകണമെന്ന് തീരുമാനിക്കേണ്ടത്, അതിന് അടിസ്ഥാനമായിട്ട് എടുക്കേണ്ടത് അയൽ സഭയെ നോക്കിയിട്ടല്ല, തിരുവെഴുത്ത് എന്ന് പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വേണം എന്നതുപോലെ. ഞാൻ പറയട്ടെ, ഇന്നത്തെ തലമുറയ്ക്ക്, യുവതലമുറയ്ക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിലും ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ദൈവവചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, അനുസരിച്ചാലും അനുസരിച്ചില്ലെങ്കിലും, അനുസരിച്ചാൽ അതിന്റെ നന്മ അവരവർക്ക് കിട്ടും, അത് ധിക്കരിച്ചാൽ അതിന്റെ തിന്മ അവരവർക്കും അനുഭവിക്കുവാൻ കഴിയും. നമ്മുടെയൊക്കെ വളർന്നു വരുന്നതായ കുഞ്ഞുങ്ങൾ, ഞാൻ വ്യക്തമായിട്ട് ഓർപ്പിക്കാം, നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ മേഖല, നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതായിരിക്കുന്ന തൊഴിൽ മേഖല, നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കുന്ന കുടുംബ ജീവിതങ്ങൾ, ഇതെല്ലാം തന്നെ നാം ഒരു കാര്യത്തിന് വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ അതിനു വേണ്ടി 100 വട്ടമല്ല 10,000 വട്ടം ചിന്തിക്കണം. എടുത്തു ചാടി എന്തെങ്കിലും അങ്ങ് കാണുമ്പോഴേക്കും കേൾക്കുമ്പോഴേക്കും നാം അങ്ങ് ചെന്ന് കേറരുത്. അവിടെയാണ് ലോകവും നമ്മെയും തമ്മിൽ വേർപെടുത്തുന്ന ഘടകം. അവിടെയാണ്. അതിന് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ലോകവും നാമും തമ്മിലുള്ള വ്യത്യാസം അവിടെ. ഞാൻ പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഞാൻ എന്തു പഠിക്കണം? ഞാനൊരു ദൈവ പൈതലാണെങ്കിൽ, ദൈവാത്മാവെന്നിൽ ഉണ്ടെങ്കിൽ ഞാൻ ആരെയാണ് അനുസരിക്കേണ്ടത്? ആ ദൈവാത്മാവിനെ അനുസരിക്കണം.
ഞാനൊരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ അതെനിക്ക് യോഗ്യമാണോ, എനിക്ക് പറ്റുന്നതാണോ, ദൈവവചനപ്രകാരം ശരിയാണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആരാണ്? അവനവൻ തീരുമാനിക്കണം. ചെന്ന് കഴുത്ത് വെച്ച് കൊടുത്തിട്ട് പിന്നെ യാതൊരു രക്ഷയും അതിനകത്ത് ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠനത്തിനായി, പ്രത്യേകിച്ച് 10ാം ക്ലാസ് വരെ ഒന്നും കുഴപ്പമൊന്നുമില്ല, അത് കഴിഞ്ഞുള്ള പഠനത്തിലേക്ക് അവരെ കാലെടുത്ത് വെക്കുവാൻ നിങ്ങൾ അനേക വട്ടം ആലോചിക്കണം. പരിശുദ്ധാത്മാവിനോട് ആലോചനകൾ ചോദിക്കണം. വളരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. അതിന് കഴിയുന്നില്ലെങ്കിൽ അതിന്റെ വേദന പിന്നത്തേതിൽ നമ്മളൊക്കെ അനുഭവിക്കും. അതില്ലാതിരിക്കുവാൻ വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. ഇന്ന് നമ്മുടെയൊക്കെ മിക്കവാറും പിള്ളേർക്ക് ഹയർ സ്റ്റഡി യുവതി യുവാക്കന്മാർ കഴിഞ്ഞു, ഇനി വളർന്നു വരുന്ന കുറെ കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മാതാപിതാക്കന്മാർ വളരെ കരുതലോടുകൂടെ അവർക്ക് വേണ്ടി അവരെ ശ്രദ്ധിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ കുറെ നാളുകൾ കഴിയുമ്പോൾ ഇരുന്ന് കരയുവാൻ മാത്രമേ നമുക്ക് സാധ്യമാകുന്നുള്ളൂ. അതുണ്ടാകാതിരിക്കട്ടെ. ഞാൻ പറയട്ടെ, നമ്മുടെ ഇന്നത്തെ ഒരു തലമുറയിൽ കണ്ടുവരുന്ന ഒരു വലിയ പരാജയം, മാതാപിതാക്കളെക്കാളും ദൈവത്തിന്റെ ദാസന്മാരെക്കാളും ദൈവസഭയെക്കാളും ഇന്നത്തെ തലമുറയ്ക്ക്, ലോകത്തെ അല്ല, ദൈവസഭയ്ക്കുള്ളിലുള്ള ആളുകളെ കുറിച്ച് ഞാൻ പറയുന്നത്, അവർക്ക് താല്പര്യം അവരുടെ കൂട്ടുകാരാ. അവര് പറയുന്നത് ആ കാര്യം. ഇവരെ ഇത്രയും കാലവും പെറ്റു വളർത്തി പോറ്റിക്കൊണ്ടുവന്ന് അവരെ ഒരാണായി ഒരു പെണ്ണായി നിന്ന് കഴിയുമ്പോൾ ഇപ്പോൾ അവർക്ക് ആര് മതി? കൂട്ടുകാർ മതി. അവരെ ബാല്യം മുതൽ വചനം പഠിപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ആത്മീകമായി ശിക്ഷണത്തിലൂടെ വളർത്തിക്കൊണ്ടുവന്ന സഭ അവർക്കൊരു പ്രശ്നമേ അല്ല. അങ്ങനെയുള്ള ഗതികെട്ട ഒരു തലമുറ ഇന്ന് വളർന്നു വരുന്നു എന്നുള്ളത് വളരെ ദുഃഖത്തോടുകൂടെ ഞാൻ പറയുകയാണ്. അങ്ങനെയല്ല നമ്മൾ വേണ്ടത്. മനസ്സിലാക്കുക, നമ്മൾ ഈ ലോകക്കാരല്ല. ലോകത്തെയും നമ്മെയും തമ്മിൽ വ്യത്യസ്തരാക്കുന്ന ഘടകങ്ങളുണ്ട്. ആ വ്യത്യാസം നമ്മുടെ കുടുംബങ്ങളിലുള്ള, നമ്മുടെ സ്ഥലം സഭകളിലുള്ള മക്കളിൽ കാണുന്നില്ലെങ്കിൽ പിന്നെ ഇത് ആരിലാ കാണുന്നത്? ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കുവാൻ സമയമായി. അത് നമ്മിൽ തുടങ്ങിയാൽ മറ്റുള്ളവരുടെ ഗതി, പാപികളുടെയും അഭക്തന്മാരുടെയും ഗതി എന്താകുമെന്നാണ്. എന്താകും ഗതി? ന്യായവിധി എന്നിൽ ആരംഭിച്ചാൽ അയ്യോ, അത് ഭയങ്കരമായിട്ടുള്ള അപകടമാണ്. അതുണ്ടാകരുത്. ഞാൻ വളരെ ഭയത്തോടുകൂടെയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. ലോകം എന്താണെന്നും നാം ആരാണെന്നും തിരിച്ചറിയണം. ഈ കൂട്ടുകാരെന്ന് പറയുന്നവർ, ഈ കൂട്ടുകാരികൾ എന്ന് പറയുന്നവർ എത്ര കാലം ഉണ്ടാവും? എത്ര കാലം ഉണ്ടാവും? നിന്റെ അപ്പനും അമ്മയും നിന്നെ വളർത്തിക്കൊണ്ടുവന്ന നിന്റെ സഭയുമേ ജീവിതത്തിന്റെ അവസാനം വരെ നിന്റെ കൂടെ ഉണ്ടാവുള്ളൂ. അത് ദൈവത്തിന്റെ മക്കൾ മറക്കരുത്. ഇപ്പോഴത്തെ യുവതലമുറ അതൊക്കെ മറന്നു പോകുകയാണ്. സംഭവിക്കുവാൻ പാടില്ലാത്ത നിരവധി കാര്യങ്ങൾ ഇന്ന് ദൈവസഭകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഒരു വല്ലാത്ത തലമുറയായി ഇന്നത്തെ യുവതലമുറ മാറുന്നു. പഠിപ്പിക്കാത്തത് കൊണ്ടോ കേൾപ്പിക്കാത്തത് കൊണ്ടോ ആണെന്ന് ഞാൻ കരുതുന്നില്ല. മനഃപൂർവമായിട്ടുള്ള മത്സരം, കഠിന ഹൃദയം അതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ വേറൊരു മാർഗവും ഇനി നമ്മുടെ മുമ്പിൽ കാണുന്നില്ല. എത്രയോ യുവതി യുവാക്കന്മാർ തങ്ങളുടെ ജീവിതം തങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തതിനാൽ, തങ്ങളെ ആത്മീകമായി ശിക്ഷണത്തിലൂടെ വളർത്തിക്കൊണ്ടുവന്ന സഭാ നേതൃത്വങ്ങളെ അംഗീകരിക്കാത്തതിനാൽ വഴിതെറ്റിപ്പോയിട്ടുണ്ട്. ദൈവമക്കളെ, നമ്മുടെ ഇനിയെങ്കിലും വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ ഗതി ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ് ഈ കാര്യം നിങ്ങളോട് വ്യക്തമായിട്ട് പറയുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്.
നാമും നമുക്ക് പ്രാധാന്യം ഈ ലോകക്കാരല്ല, ഈ ലോകത്തിലുള്ള ബന്ധങ്ങളല്ല, അവരൊക്കെ നമുക്ക് വേണം. എന്നാൽ എൻ്റെ ആത്മീക ജീവിതത്തെ, എൻ്റെ ഭാവി ജീവിതത്തെ തീരുമാനിക്കേണ്ടത് ആരായിരിക്കണം? എൻ്റെ കർത്താവായിരിക്കണം. അതിനാണ് ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പോ ലോകം അങ്ങനെയുള്ളതാണ്. ഈ ലോകം ദൈവത്തെ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? നാശത്തിലേക്കാണ്. അപ്പോൾ അവരോട് കൂടെയാണ് നാം എങ്കിലോ നാശത്തിലേക്ക് തന്നെ നാമും പോകുവാനിടയാകും. അതുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ് ഇത് പിന്നെയും ഓർമ്മപ്പെടുത്തുന്നത്. ഇതാർക്കും ഒരു വിഷമവും ഉണ്ടാക്കേണ്ട കാര്യം അല്ലെന്നുകൂടെ ഞാൻ വ്യക്തമാക്കട്ടെ. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിൽ നാം സങ്കീർത്തനത്തിൽ വായിച്ചു കേട്ടതുപോലെ, നാം ബുദ്ധിയില്ലാത്ത കുതിരയെ പോലെയും ബുദ്ധിയില്ലാത്ത കോവർ കഴുതയെ പോലെയും നാം ആകാതെ നമ്മെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എന്ന ബോധ്യത്തിൽ മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ഇനി ഞാൻ ആ പഠനത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ആർക്കാ ഈ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്? ആർക്കാ കിട്ടുന്നത്? രക്ഷിക്കപ്പെടുന്നവർക്ക്. അപ്പോൾ രക്ഷിക്കപ്പെടുന്നതായ എല്ലാവരിലും ആരുണ്ടാകും? പരിശുദ്ധാത്മാവുണ്ടാകും. അപ്പോൾ ആ വ്യക്തി ആർക്ക് കീഴ്പ്പെടണം? പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടണം. അതാണ് ഇന്ന് കാണുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഈ രക്ഷിക്കപ്പെടുക എന്നുള്ളത് സത്യമായും സംഭവിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ആ ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരെ കാണുമ്പോൾ അറിയാം. അത് കാണുമ്പോൾ അറിയാം. അവന്റെ ജീവിതത്തിൽ നിന്ന് അത് തിരിച്ചറിയാം. ആട്ടെ, ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. പരിശുദ്ധാത്മാവിനെ ആർക്കാണ് പ്രാപിക്കുവാൻ കഴിയുക? ഇത് കാണുന്നവർക്കെല്ലാം കിട്ടുമോ? നാം പത്രോസിന്റെ പ്രസംഗത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്ന പോലെ ഈ ദിവസങ്ങൾ അത് നാം കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കാണുന്ന എല്ലാവർക്കും ഇങ്ങനെ പകർന്നു കൊടുക്കാണെന്നാണോ? അല്ല. അതിന് അതിൻ്റെതായിരിക്കുന്ന വ്യവസ്ഥയുണ്ട്. ആരിലാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അയക്കുന്നത്? വളരെ വ്യക്തമാണ്, നമുക്കറിയാകുന്ന കാര്യമാണ്. എങ്കിലും ഈ ക്ലാസുകൾ സഭാബന്ധത്തിൽ അല്ലാത്തവരും കേൾക്കുന്നുണ്ട് എന്നതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? പത്രോസ് അവരോട്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പോൾ ആർക്കാ ഈ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്? ദൈവത്തിന്റെ വചനം കേട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ട്. എന്താ കുത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? ഞാനൊരു പാപിയാണ് എന്നുള്ളതായ തികഞ്ഞ ബോധ്യം ഹൃദയത്തിൽ ഉണ്ടായിട്ട് ആ പാപത്തിൽ നിന്നുമുള്ളതായിരിക്കുന്ന വിടുതൽ എനിക്ക് അനിവാര്യമാണ് എന്ന് ചിന്തിച്ച് ആരാണോ പാപമോചനം നൽകുവാൻ കഴിവുള്ളവൻ ആ വ്യക്തിയുടെ അടുക്കലേക്ക് ചെന്ന് തന്റെ പാപവഴികളെ അവിടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനാണ് മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ആ വ്യക്തി എന്ത് ചെയ്യുന്നു? ആ വ്യക്തി സ്നാനമേൽക്കുമ്പോൾ അവനാണ് ദൈവം എന്ത് നൽകുന്നു എന്ന് പറഞ്ഞത്. തിരുവെഴുത്ത് പറയുന്നത് അതാണ്. അങ്ങനെയുള്ളവർക്കാണ് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ കഴിയുന്നത്. ആ നിലയിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ചവരാണ്
ഇവിടെ ഇരിക്കുന്നവരെന്ന് ഞാൻ കരുതട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ അതിന്റെ 19-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ കൊരിന്തിൽ അപ്പൊല്ലോസൊക്കെ ചെല്ലുമ്പോ അവിടെ കൊരിന്ത്യരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അവരും ഒരു കൂട്ടം വിശ്വാസികൾ ശിഷ്യന്മാരാണെന്നാ പറയുന്നത്. അവരും പ്രാർത്ഥിക്കുന്നവരാണ്, അവരും വചനം പഠിക്കുന്നവരാണ്. പക്ഷേ അവര് പരിശുദ്ധാത്മാവിന് എന്ത് ചെയ്തിട്ടില്ല? അവര് പ്രാപിച്ചിട്ടില്ല. അതിന് താഴെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിച്ചത് എങ്ങനെയാ ഇത് സാധിക്കുക? അതിന് പൗലോസ് പറയുന്ന മറുപടി 4-ാം വാക്യം, യോഹന്നാൻ മാനസാന്തര സ്നാനമത്രേ കഴിപ്പിച്ചത്, എന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കാണ്, ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആർക്കാണ് പരിശുദ്ധാത്മാവിന് കിട്ടുക? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവ്. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ കേവലം യേശുവിൽ വിശ്വസിക്കുന്നവരാണ് നേരത്തെ നമ്മൾ ആ കോമയിൽ പറഞ്ഞതായിരിക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത്. പക്ഷേ യേശു ക്രിസ്തു ആരാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കി അവൻ എന്റെ കർത്താവാണ് എന്ന് ഹൃദയത്തിൽ അംഗീകരിക്കുമ്പോഴാണ് അവൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ദൈവം എന്ത് നൽകുന്നു? പരിശുദ്ധാത്മാവിനെ നൽകുന്നു. 5-ാം അധ്യായത്തിന്റെ അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു. അപ്പോൾ ആർക്കാ പരിശുദ്ധാത്മാവിന് കിട്ടുന്നത്? തന്നെ അനുസരിക്കുന്ന ഏവർക്കും. തന്നെ അനുസരിക്കുന്ന ഏവർക്കുമാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്. അപ്പോൾ മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് സ്നാനമേൽക്കുന്ന അല്ലെങ്കിൽ ആ കർത്താവിനെ അനുസരിക്കുന്ന അവർക്ക് മാത്രമാണ് പരിശുദ്ധാത്മാവിനെ ലഭ്യമാകുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കാൻ തന്നെ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം നമുക്ക് കിട്ടുവാൻ എന്ത് ചെയ്യണമെന്നാണ് അവിടെ വായിക്കുന്നത്? വിശ്വാസത്താൽ. ആരിലുള്ള വിശ്വാസത്താൽ? കർത്താവിലുള്ളതായ വിശ്വാസത്താൽ മാത്രമേ ഈ വാഗ്ദത്ത വിഷയം നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോ ലോകം എന്ന് പറഞ്ഞാൽ നാം അവിടെ 17-ാമത്തെ വാക്യത്തിൽ വായിച്ചതുപോലെ എന്താണ് ലോകത്തിന്റെ പ്രത്യേകത? എന്താ പറഞ്ഞത്? ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അവനെ പ്രാപിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ നിങ്ങളോ, എന്താ നിങ്ങളുടെ പ്രത്യേകത? എന്താ നമ്മുടെ പ്രത്യേകത? എന്താണ്? നാം ഇന്ന് ഈ ധ്യാനിച്ച വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രത്യേകത എന്താണ്? നാം ലോകക്കാരല്ല. നാം എന്ത് ചെയ്തു? നാം മാനസാന്തരപ്പെട്ടവരാണ്, നാം വിശ്വസിച്ചവരാണ്, നാം സ്നാനമേറ്റവരാണ്. അതുകൊണ്ട് നമ്മിൽ ആരുണ്ട്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ അറിയുവാൻ, ആ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുവാൻ, അവന്റെ കൃപ അനുഭവിക്കുവാൻ നമുക്ക് ഓരോ ദിനങ്ങളും സാധിക്കുന്നു. അത് സാധിക്കുന്നവർ മാത്രമാണ് ദൈവമക്കൾ. അങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് ജീവിതം കണ്ടാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ സഭയിൽ വരുന്നുണ്ടോ, പോകുന്നുണ്ടോ, കർത്തൃമേശന്ന് എടുക്കുന്നുണ്ടോ, ഇതൊന്നുമല്ല കാര്യം. ജീവിതത്തിൽ ദൈവാത്മാവിന് അനുസരിക്കുന്നതായ, വിധേയപ്പെടുന്നതായ ഒരു ജീവിതമുണ്ടോ? അതാണ് ലോകവും നാമും തമ്മിലുള്ള വ്യത്യാസം. 1 കൊരിന്ത്യലേഖനം 12-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ
അവിടെ നാം ആരാണ് എന്ന് പൗലോസ് പറയുന്നുണ്ട്. ഒരേ ആത്മാവിൽ സ്നാനമേറ്റവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തവരുമാണ് നമ്മൾ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ എന്താണ് വായിക്കുന്നത്? തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അവിടെ 2 വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് അച്ചാരമായി എന്തിനെ തന്നിരിക്കുന്നു? ആരെ തന്നിരിക്കുന്നു? പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു. അച്ചാരം പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് സമം ദൈവം. പരിശുദ്ധാത്മാവ് സമം ദൈവമെങ്കിൽ അച്ചാരമായി നമുക്ക് തന്നത് ആരെയാണ്? ദൈവത്തെയാണ്. എങ്കിൽ നമുക്ക് പൂർണ്ണമായി കിട്ടാൻ പോകുന്നത് എന്താ? അതാണ് അവകാശത്തിന്റെ അച്ചാരം. എന്താ അപ്പോൾ അവകാശം എന്ന് പറയുന്നത്? ആരാണ്? ദൈവമാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൽ ആർക്ക് അവകാശമുണ്ട്? നമുക്ക്. ആർക്ക്? രക്ഷിക്കപ്പെട്ടതായ ദൈവമക്കൾക്ക്. ആരിൽ അവകാശം? ദൈവത്തിൽ അവകാശം. അതാണ് അച്ചാരം എന്ന വാക്കിന്റെ അർത്ഥം. വല്ലതും മനസ്സിലാവുണ്ടോ? എന്താണ് അച്ചാരം? ദൈവമാണ് നമ്മുടെ അവകാശം. രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലിന് ആരിലാണ് അവകാശമുള്ളത്? ദൈവത്തിൽ നമുക്കൊരു അവകാശമുണ്ട്. ഈ പരിശുദ്ധാത്മാവ് എന്ന അച്ചാരത്തെ ലഭിച്ചിട്ടുള്ളവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണത്. ആരാ എന്റെ അവകാശം? ദൈവം എന്റെ അവകാശം. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, യഹോവ എന്റെ ഓഹരി. അവനാണ് എന്റെ അവകാശം. ഇനി മുദ്ര എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുദ്ര എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു മുദ്ര, സീല് വെക്കുക, അധികാരം. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഇവിടെയുള്ള വഴിയിലൊക്കെ പോസ്റ്റുകളുണ്ട്, ഇലക്ട്രിക് പോസ്റ്റുകൾ. അതിന്മേലെല്ലാം എന്തുണ്ട്? നമുക്ക് ഊരി കൊണ്ട് വീട്ടിൽ വെക്കാൻ പറ്റുമോ? എന്താ കാരണം? അത് ആരുടേതാണ്? അത് KSEBയുടെ ആണ്. ആ മുദ്രയുള്ളതായിരിക്കുന്ന ഒന്നിന് മറ്റൊരാൾക്ക് അവകാശപ്പെടുത്താനായിട്ട് കഴിയുകയില്ല. അപ്പൊ നമ്മുടെ മേൽ ദൈവം തന്റെ ആത്മാവിനാൽ എന്ത് ചെയ്തിരിക്കുന്നു? ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? നമ്മെ മുദ്ര കുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അപ്പോ നമ്മുടെ മേൽ ആർക്കാ പരമാധികാരം? ആ നമ്മെ വേറൊരുത്തൻ വന്ന് തോണ്ടിയാൽ, ആ നമ്മെ മറ്റൊരുത്തൻ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ, ആ നമ്മെ മറ്റൊരുവൻ അവകാശം പറഞ്ഞാൽ ദൈവം സാധിക്കുമോ? സാധിക്കുമോ? അത് പക്ഷേ ഇന്നത്തെ തലമുറയിൽ അതാ കാണുന്നേ. ദൈവമക്കൾ എന്ന് പറയപ്പെടുന്നവരെ, ദൈവത്തിനാണ് എന്നിൽ അവകാശമെന്ന് പറയുന്നവരെ നിയന്ത്രിക്കുന്നത് മറ്റു പലരുമാണ്. അതാണ് ഈ തലമുറയ്ക്ക് വന്നിട്ടുള്ള വലിയ പരാജയം എന്ന് പറയുന്നത്. ഇത് നാം മനസ്സിലാക്കണം. ലോകവും നാമും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മിങ്ങനെ വല്ലവർക്കും തട്ടിക്കളിക്കാനുള്ളതല്ല. വല്ലയിടത്തും ചെന്ന് കയറാൻ തക്കവണ്ണം നമ്മെ തള്ളിവിടുവാൻ നാം ആരെയും അനുവദിച്ചുകൂടാ. നമ്മുടെ മേൽ കുറെ ഭാരങ്ങൾ കെട്ടിവെച്ച് അതിനെ ചുമക്കേണ്ട കഴുതകളല്ല നമ്മൾ. നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടേണ്ടവരാണ്. അതിനർത്ഥം നമ്മൾ പഠിക്കേണ്ടെന്നോ ജോലി ചെയ്യേണ്ടെന്നോ അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നാൽ അതിലൊക്കെ എന്റെ ദൈവമാണ് എന്റെ അവകാശം, എന്നിൽ എന്റെ ദൈവത്തിനും അവകാശമുണ്ട്. ആ പൂർണ്ണ ബോധ്യത്തോടുകൂടെ വേണം ഓരോ ദിവസങ്ങളും മുൻപോട്ട് പോകുവാൻ. അല്ല എന്ന് വരികിൽ നമ്മൾ പരാജയത്തിലേക്ക് പോകുവാൻ
ഇടയായിട്ട് തീരും. അത് ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകാതിരിക്കട്ടെ. നാം ഇവിടെ 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 2 കൊരിന്ത്യർ അവിടെ വായിക്കുന്നത്, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അവനാണ് നമ്മെ മുദ്രയിട്ടിട്ടുള്ളത്. പരിശുദ്ധാത്മാവിനെ അച്ചാരമായി അവൻ നമുക്ക് തന്നിരിക്കുകയാണ്. എന്താ ലോകത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞത്? ലോകം അവനെ അറിഞ്ഞിട്ടില്ല, ലോകം അവനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിന് അവനെ പ്രാപിക്കുവാനും കഴിഞ്ഞിട്ടില്ല. നമുക്കോ? അതിന്റെ അടുത്ത വാക്യം നമ്മൾ ആ 17-ന്റെ ഒടുവിൽ, നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. നാം പരിശുദ്ധാത്മാവിനെ അറിയുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനെ നമുക്കറിയാമോ? അറിയാമോ? എങ്ങനെ അറിയാം? പരിശുദ്ധാത്മാവ് എന്നിലുണ്ട്. എങ്ങനെ അറിയാം? അത് നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നമുക്ക് അതറിയാം. അതിന്റെ കുറെ കാര്യങ്ങൾ കൂടെ ദൈവം അനുവദിച്ചാൽ വരുന്ന ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം. ലോകവും നാമും തമ്മിൽ വ്യത്യാസമുണ്ട്, ഉണ്ടായിരിക്കണം. നാം ലോകക്കാരല്ല, നാം ദൈവത്തെ അറിയാത്തവരല്ല. നാം ദൈവത്തെ അറിഞ്ഞ, ദൈവത്തെ പ്രാപിച്ച, ദൈവം കൂടെ ഇരിക്കുന്ന തൻ്റെ മക്കളാണ് നമ്മൾ. ആ തിരിച്ചറിവും ബോധ്യവും സഭാഹോളിൽ വരുമ്പോൾ മാത്രമല്ല ഉണ്ടാകേണ്ടത്. ആ തിരിച്ചറിവും ബോധ്യവും നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അത് കാണണം. അത് പഠനത്തിൽ കാണണം, ജോലിയിൽ കാണണം, കുടുംബത്തിൽ അത് കാണണം. എവിടെ നാം ഏർപ്പെടുമോ അവിടെ എല്ലാം അത് കാണണം. ഇവിടെ വരുമ്പോൾ മാത്രം ഭക്തിയും വിശ്വാസവും സ്നേഹവും കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ഞാനൊരു ദൈവ പൈതലാണ്, എന്നെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്, ഞാൻ അവനെയാണ് അറിയുന്നത് എന്നുള്ള തികഞ്ഞ ബോധ്യത്തോടുകൂടെ മുൻപോട്ട് പോകുവാൻ നമുക്കിടയാകണം. അല്ലാതെ വന്നാൽ ഈ ക്രിസ്തീയ ജീവിതം ചില നാളുകൾ കഴിയുമ്പോൾ പരാജയപ്പെട്ടു പോകും. വീണുപോയ അനേകരുടെ പട്ടികയിൽ നമ്മുടെയും പേരുകൾ എഴുതി ചേർക്കേണ്ടതായിട്ട് വരും. അതിന് ഇടയാകാതിരിക്കുവാൻ നമ്മെ തന്നെ ദൈവാത്മാവിനെ വിധേയപ്പെടുത്തണം. കർത്താവ് പറഞ്ഞു, ഞാൻ പ്രവർത്തിച്ചതിലും വലിയ പ്രവർത്തികൾ നിങ്ങൾ ചെയ്യും. എങ്ങനെ ചെയ്യാൻ പറ്റും? ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെട്ട് നാം ജീവിക്കുമ്പോൾ അവന് വേണ്ടി വൻകാര്യങ്ങൾ ഇവിടെ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.